കൃപ സമർത്ഥമാകുവാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണം. അപ്പം അബ്രാഹാം ദൈവത്തെ ആരാധിച്ചുകൊണ്ട് ബലികൾ അർപ്പിച്ച് ദൈവത്തോടു കൂടെ വസിച്ചു. ഇസഹാക്ക് പിതാവിന്റെ വാഗ്ദാനം അനുസരിച്ച് അവിടുത്തെ കൃപയുടെ കീഴിൽ വസിച്ചു. യാക്കോബ് തലമുറകളെ ദൈവത്തിന് നൽകത്തക്ക വിധം ഇസ്രായേലാക്കി തിരഞ്ഞെടുത്ത് 4 ഭാര്യമാരിൽ അവന് 12 മക്കൾ ഉണ്ടായിരുന്നു. അങ്ങനെ യാക്കോബ് ഈ ലോകത്തിന്റെ സഭാ ശരീരമായ യാക്കോബിന്റെ സന്തതികൾ, ഇസ്രായേൽ സന്തതികൾ അനുഗ്രഹിക്കപ്പെട്ടവരെന്നാണ് പറയുന്നത്. ഇസ്രായേൽ അനുഗ്രഹീതമാണ്. കാരണം യാക്കോബിന്റെ അനുഗ്രഹം ഇസ്രായേൽ മക്കൾക്ക് അനുഗ്രഹമാണ്. അങ്ങനെ ദൈവം യാക്കോബിലൂടെ ഗോത്രങ്ങളെ നൽകിക്കൊണ്ട് ഭൂമിയിലെ സകല മനുഷ്യരും രക്ഷ പ്രാപിക്കുവാൻ ഇസ്രായേൽ ജനത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ടവനായ യാക്കോബിന് ദൈവം അനുഗ്രഹം നൽകി. ഇവിടെ നമ്മൾ കടന്നു പോകുമ്പോൾ പലപ്പോഴും ദൈവത്തെ മനുഷ്യൻ മറന്നു പോവുകയാണ്. അത് ജീവിത വ്യഗ്രതയും ധനമോഹവുമുള്ള മനസ്സുകൾ ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നതാണ് പ്രാർത്ഥനയില്ലാത്ത ജീവിതം. ഒരു മനുഷ്യന്റെ മനസ്സ് ദുരാഗ്രഹങ്ങൾ കൊണ്ട് നിറയുമ്പോഴാണ് അവൻ ദൈവഭക്തി കുറയുന്നത്. ഒരു മനുഷ്യൻ കഷ്ടതയിലൂടെ സഹനങ്ങളിലൂടെ കടന്നു പോകുമ്പോഴാണ് അവനിൽ ദൈവഭയം ജനിക്കുന്നത്. അപ്പോൾ ദൈവഭയത്തിൽ നിന്ന് അവൻ ഭക്തിയെ ഉണർത്തെടുക്കും. എങ്ങനെയാണ് ഭക്തിയെ ഉണർത്തുക? അവൻ ലോകത്തിലെ സകല മനുഷ്യനും പാപത്തിൽ വർദ്ധിക്കുന്നത് പോലെ ഞാനും പാപത്തിൽ വീണുപോയി, കർത്താവേ പാപത്തിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ. സുബോധമുള്ള മനുഷ്യൻ ഒരിക്കലും പാപം ചെയ്യുന്നില്ല. ജ്ഞാനി ഒരിക്കലും പാപത്തിൽ വീഴുന്നില്ല. വിവേകി പാപം കാണുമ്പോൾ ഒഴിഞ്ഞു പോകുന്നു. നീതിമാൻ പാപത്തിൽ നിന്ന് രക്ഷ പ്രാപിക്കുന്നു. ദൈവത്തിന്റെ ആത്മാവ് വഴി അവൻ രക്ഷിക്കപ്പെടുന്നു. പാപത്തിന് അവന്റെ മേൽ അധികാരമില്ല. ക്രിസ്തു പാപത്തെ ജയിച്ചു. പ്രൈസ് ദി ലോർഡ്. അപ്പം ക്രിസ്തു ജീവന്റെ വചനമാണെന്ന് ഞാൻ നിങ്ങളെ പലപ്പോഴും പഠിപ്പിച്ചിട്ടുണ്ട്. ക്രിസ്തു ജീവന്റെ വചനമാണ്. ക്രിസ്തുവിൽ നിന്നാണ് ദൈവവചനം പുറപ്പെട്ടത്. ക്രിസ്തു ജീവന്റെ വചനമാണ്. ജീവന്റെ വചനമാണെന്ന് പറയുമ്പോൾ അതിന്റെ പൂർണ്ണത ഇങ്ങനെയാണ്: മറിയം പരിശുദ്ധാത്മാവിന്റെ നിർമ്മല ദർപ്പണമായിരുന്നു. ദൈവത്തിന്റെ ദൂതൻ അവളോട് സംസാരിച്ചു, മറിയം നീ ഭയപ്പെടേണ്ട, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ വന്ന് നിറയും. നിന്നിൽ നിന്ന് ജനിക്കുന്നവൻ പരിശുദ്ധൻ, ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. പരിശുദ്ധൻ, ദൈവപുത്രൻ. അപ്പം യേശു ദൈവവചനമാണ്. യേശുവിൽ നിന്നാണ് ദൈവവചനം പുറപ്പെട്ടത്. അപ്പൊ നമ്മളിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് സംഭവിക്കണമെങ്കിൽ അത് ദൈവത്തിന്റെ ഹിതമായിരിക്കണം. അതുകൊണ്ടാണ് യേശു ദൈവവചനം പ്രഘോഷിച്ചു കൊണ്ടിരുന്നു, ശിഷ്യന്മാരെ പഠിപ്പിച്ചു. അവസാന നിമിഷം യേശു എല്ലാം പഠിപ്പിച്ചു കഴിഞ്ഞപ്പോൾ അവർ സ്വയം അത് ചെയ്യുകയില്ല എന്ന് യേശുവിന് വ്യക്തമായിട്ട് അറിയാമായിരുന്നു. കാരണം അവർ മനുഷ്യരാണ്, ദൈവമല്ല. അതുകൊണ്ട് ദൈവത്തിന്റെ വചനം അവരുടെ അടുക്കൽ ചെന്നു. ദൈവം യേശുക്രിസ്തുവിലൂടെ അവർക്ക് പരിശുദ്ധാത്മാവിനെ നൽകി.
പരിശുദ്ധാത്മാവ് നിറഞ്ഞപ്പോൾ അവർ ശക്തി പ്രാപിച്ചു. അവർ ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ പോയി ദൈവത്തിന്റെ വചനം സുവിശേഷമായി പഠിപ്പിച്ചു. അങ്ങനെയാണ് സുവിശേഷം ഉണ്ടാകുന്നത്. അപ്പൊ ദൈവത്തിന്റെ ആത്മാവില്ലാതെ ഒരുവനും സുവിശേഷമായി തീരാൻ സാധ്യമല്ല. ദൈവത്തിന്റെ വചനം പ്രസംഗിക്കാനും സാധ്യമല്ല. കാരണം ദൈവം സത്യവാനാണ്. മനുഷ്യനിൽ സ്വാർത്ഥത ഉള്ളിടത്തോളം കാലം അവനിൽ സത്യം നിലനിൽക്കുകയില്ല. അതുകൊണ്ട് ദൈവം തന്റെ പരിശുദ്ധാത്മാവിനെ നൽകത്തക്ക വിധം അത്രമാത്രം ലോകത്തെ സ്നേഹിച്ചത് കൊണ്ടാണ് ശിഷ്യന്മാർക്ക് പരിശുദ്ധാത്മാവിനെ ലഭിച്ചത്. പരിശുദ്ധാത്മാവ് ലഭിച്ച നിമിഷം മുതൽ അവർ ശക്തി പ്രാപിക്കപ്പെട്ടു. അവർ ലോകത്തിന്റെ നാനാഭാഗങ്ങളിലേക്ക് പോയി അവരെല്ലാവരും യേശുവിനും ദൈവത്തിനും സാക്ഷിയാക്കിക്കൊണ്ട് ദൈവത്തിന്റെ വചനം പുറപ്പെടുവിച്ചു. യേശു വചനത്തിൽ നിന്നാണ് ജനിക്കുന്നത്. അതുകൊണ്ടാണ് യേശു വചനമായി തീർന്നത്. മനുഷ്യൻ ജഡത്തിൽ നിന്ന് ജനിക്കുന്നു, അവൻ ജഡീക സ്വഭാവമുള്ളവനായി തീരുന്നു. ആത്മീകൻ ജഡത്തിൽ നിന്ന് വേർതിരിക്കുന്നു. ക്രിസ്തു അതിനെ തന്റെ പരിശുദ്ധാത്മാവിനെ നൽകി ആത്മീകനാക്കുന്നു. ആത്മീകനും ക്രിസ്തുവും തമ്മിൽ അഭിവേദ്യ ബന്ധമാണ്. ദൈവിക രഹസ്യങ്ങൾ ക്രിസ്തു ആത്മാവ് വഴിയാണ് മനുഷ്യരോട് സംസാരിക്കുന്നത്. അത് ദൈവിക രഹസ്യങ്ങളാണ്. ദൈവത്തിന്റെ നിഗൂഢ രഹസ്യങ്ങൾ വെളിപ്പെടുത്തുന്നത് ദൈവാത്മാവ് തന്നെയാണ്. മനുഷ്യനാത്മാവിന് അത് സാധ്യമല്ല. കാരണം മനുഷ്യനിൽ പാപം നിലനിൽക്കുന്നത് കൊണ്ട് ദൈവാത്മാവിനല്ലാതെ ദൈവത്തിന്റെ രഹസ്യങ്ങൾ വെളിപ്പെടുത്താൻ സാധ്യമല്ല. അതുകൊണ്ട് യേശു ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ മനുഷ്യ മക്കൾക്ക് നൽകിക്കൊണ്ട് ദൈവരാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിച്ചുകൊണ്ട് അടയാളങ്ങളും അത്ഭുതങ്ങളും പ്രവർത്തിച്ചുകൊണ്ട് ദൈവത്തിന്റെ വചനം ലോകത്തിൽ ഉണ്ട് എന്ന് സാക്ഷ്യം നൽകിക്കൊണ്ട് വിശുദ്ധ അപ്പസ്തോലന്മാരെ ലോകത്തിന്റെ നാനാഭാഗങ്ങളിലേക്ക് അയച്ച് ദൈവത്തിന് സാക്ഷ്യം നൽകി. ആ സാക്ഷ്യം ഇങ്ങനെയായിരുന്നു: യേശുക്രിസ്തു ദൈവത്തിന്റെ പുത്രനാണെന്നും യേശുക്രിസ്തുവിനെ കൂടാതെ ആർക്കും നിത്യജീവൻ പ്രവേശിക്കയില്ലെന്നും പത്രോസിന്റെ വിശുദ്ധ പ്രഖ്യാപനത്തിൽ അവിടുന്ന് വെളിപ്പെടുത്തി. പത്രോസ് ആകുന്ന പാറമേലത്രേ ക്രിസ്തു സഭ സ്ഥാപിച്ചത്. പത്രോസ് എന്ന ഒരു മനുഷ്യന്റെ മേലാണ് സഭ സ്ഥാപിച്ചത്. പിന്നീട് അത് വളർന്നു, ധാരാളം സഭകളായി തീർന്നു. ക്രിസ്തു ഒന്നു മാത്രം, സഭയോ എണ്ണിയാൽ തീരാത്ത വിധം ഭൂമിയിൽ നിറഞ്ഞു. പക്ഷേ ഇന്നും എന്നും എന്നേക്കും ക്രിസ്തു ദൈവപുത്രൻ ഒരുവൻ മാത്രം. ജീവന്റെ വചനമാണ്. ജീവന്റെ വചനം എന്നാൽ മനുഷ്യന് ഗ്രഹിക്കാൻ കഴിയുന്നതിനേക്കാൾ വളരെ ദൂരെയാണ്. ജീവന്റെ വചനം, ജീവന്റെ വചനം പുറപ്പെട്ടത് ദൈവത്തിൽ നിന്നാണ്. അപ്പം ദൈവത്തിന്റെ വചനം നമ്മൾ സ്വീകരിക്കുമ്പോൾ നാം ദൈവമക്കളായി തീരുകയാണ്. ആ വചനം ജീവന്റെ വചനമാണ്. അതുകൊണ്ടാണ് യേശു പുനരുദ്ധാനവും ജീവനുമാണെന്ന് പഠിപ്പിച്ചത്. ഞാൻ പുനരുദ്ധാനവും ജീവനുമാണ്, നിങ്ങൾ മരിച്ചാലും ഞാൻ ജീവിക്കുമെന്ന വചനമാണ് ജീവന്റെ വചനം. സദ്വൈക്കാര് പുനരുദ്ധാനം ഇല്ല എന്ന് പഠിപ്പിച്ചു. യഹൂദർ പുനരുദ്ധാനം ഉണ്ട് എന്ന് പഠിപ്പിച്ചു. രണ്ട് പഠനങ്ങളാണ് ക്രിസ്തു ഇവിടെ വിവരിക്കുന്നത്. ഒന്ന്,
പുനരുദ്ധാനമുണ്ട് എന്ന് യഹൂദന്മാർ വിശ്വസിച്ചിരുന്നു. 2, പുനരുദ്ധാനം ഇല്ല എന്ന് മറ്റൊരു വിഭാഗം വിശ്വസിച്ചു, സദ്വൈക്കാർ. എന്നാൽ യേശു പുനരുദ്ധാനത്തെ പറ്റി ചോദിക്കുമ്പോൾ യേശു പഠിപ്പിച്ചത്, ഞാൻ തന്നെയാണ് പുനരുദ്ധാനവും ഞാൻ തന്നെയാണ് ജീവനും. നിങ്ങൾ മരിച്ചാലും ഞാൻ ജീവിക്കും. കാരണം യേശു ജീവന്റെ വചനമാണ്. പ്രൈസ് ദി ലോർഡ്. Praise the Lord.